Without media, we cannot move an inch എന്ന ഒരു സ്ഥലത്തിലെ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 2024 ഒക്ടോബർ 24-നാണ് ആദ്യത്തെ സോമൻസിൻ്റെ ലോകയാത്ര.com എന്ന് പറഞ്ഞ കമ്പനിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി അത് ആദ്യമായി അവതരിപ്പിച്ചത് ഒരു പ്രസ് ക്ലബിൽ വെച്ചിട്ടാണ്. അവിടെ ആ പ്രസ് ക്ലബിൽ ഒത്തിരി മീഡിയാസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് എന്നത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആണ് അന്ന് പ്രസ് ക്ലബിൽ വെച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്തത്. അതിനുശേഷം 2 മാസം കഴിഞ്ഞ്, എക്സാക്ട്ലി 2 മാസം കഴിഞ്ഞ് ജനുവരി 16-ാം തീയതി ലോകയാത്ര.comന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് ദുബായിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ ലോകയാത്ര.com എന്ന് പറഞ്ഞ കമ്പനിക്ക് രൂപം കൊടുക്കുമ്പോൾ സോമൻസ് ആണല്ലോ. അപ്പോൾ സോമൻസ് കഴിഞ്ഞ 27 വർഷമായിട്ട് ഇവിടെ ഔട്ട്ബൗണ്ട് ടൂറും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത ഏറ്റവും ആദ്യമായി നാച്ചുറലി വർഷങ്ങളായിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം ഞാൻ ആദ്യമായി എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളോട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ തന്നെ പലർക്കും അത് പ്രാക്ടിക്കലാണോ, അത് ചെയ്യണോ, അങ്ങനെ ആവശ്യമുണ്ടോ, ആരും ചെയ്യാത്തൊരു കാര്യമില്ല, എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ പലർക്കും അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് വെരി ഫുൾ. കാരണം ഈ ഏറ്റവും ആദ്യം ഈ സോമൻസ് ടൂർസ് തുടങ്ങിയത് 1997 തുടങ്ങുന്ന സമയത്ത് ഈ ടൂർ പോവുക എന്ന് പറയുന്നത് കേരളത്തിലെ എത്ര ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 1% ഓർ അറ്റ് ദ മാക്സിമം 2%. അപ്പോൾ ഈ 1%, 2% ഓഫ് ദ പോപ്പുലേഷനിൽ മാത്രം ഒതുങ്ങി നിന്ന ടൂറുകൾ പിന്നീട് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും താങ്ക്സ് ടു കോവിഡ് പാൻഡമിക് നല്ലൊരു സൈസബിൾ പെർസെൻറ്റേജിലേക്ക് എത്തി. മേ ബി 30% or 40% people are now keep on traveling, but still a sizable number of percentage are still not going. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇത് ചെയ്യുമ്പോഴും ഇങ്ങനൊരു ചിന്ത പണ്ട് കാലം മുതലേ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല. കാരണം അത്രയും അപ്സ് ആൻഡ് ഡൗണിലൂടെയാണ് പലപ്പോഴും ഈ സോമൻസ് പോയിക്കൊണ്ടിരുന്നത്. ബിസിനസ് എന്ന ഒന്നിന് വളരെ 100% മിനിമം എത്തിക്സ് വേണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. നമുക്കൊരു 2 തരത്തിൽ ബിസിനസ് ചെയ്യാം. ഒന്ന് ഒരു സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചെയ്യാം, ഒരു നേരെ പോയിട്ട് ചെയ്യാം, അല്ലാതെ കുറച്ചൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ചൊരു മോണയൊക്കെ പറഞ്ഞ് അങ്ങനെയും ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. എല്ലാ ബിസിനസ്സിലും ഇങ്ങനെയാണല്ലോ. എല്ലാവരും സെക്യൂർഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക, അതിനുവേണ്ടി ലാഭം ഉണ്ടാക്കുക, ഈ ഒരൊറ്റ കാര്യം മാത്രമേ എല്ലാവർക്കും പറയാനുണ്ടാവുള്ളൂ. പക്ഷെ അത് മാത്രം മതിയല്ലോ. ആൻഡ് ഈ ഒരു ചിന്ത മാക്സിമം ആളുകളെ ടൂർ കൊണ്ടുപോകുക, അതിനു വേണ്ടി ചുക്കാൻ പിടിക്കുക, അതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുക്കുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ എൻ്റെ മനസ്സിൽ കുറേ വർഷമായിട്ട് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒന്നാണ് ഈ ലോകയാത്ര.comന്റെ ആ അനൗൺസ്മെൻറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് ടൂറ് ഈ ദുബായിലേക്ക് ജനുവരി 16-ാം തീയതി 2025 പോയത് 31 പേര്. അന്ന് ആ ടൂറിൻ്റെ കോസ്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ
69,900 ആണ്. 69,900-നെ ദുബായിക്കുള്ളൊരു ടൂർ പോസിബിളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്റ്റാഫിന് തന്നെ അതിന്, കാരണം ആ ഒരു എമൗണ്ടിലേക്ക് എത്താൻ ഒരു അട്രാക്റ്റീവ് ഫിഗർ ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കണ്ടേ. ഇത് കളിപ്പീരാണോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊന്നും വിശ്വസിക്കണ്ടേ. അപ്പോൾ ഓരോ പാസഞ്ചറിനും, അത് ഞാൻ പറഞ്ഞേയില്ല കാരണം പറയാൻ ധൈര്യമില്ല, ഓരോ പാസഞ്ചറിനും 3,000 രൂപ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ആണ് അത് ആ ടൂർ ചെയ്തത്. കാരണം അതൊരു അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ കണക്കാക്കിയാൽ മതി. പക്ഷെ ഈ ഒരു കാര്യം എൻ്റെ സ്റ്റാഫിനോട് പോലും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പക്ഷേ ഈ അവിടെ നിന്ന് ഈ ദുബായിത്തെ ടൂറ്, അത് കഴിഞ്ഞതിന് ശേഷം മലേഷ്യ ടൂറ്, പിന്നെ തായ്ലൻഡ് ടൂറ്, പിന്നെ യൂറോപ്പ് ടൂറ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ ടൂറൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ ആരുണ്ടോ, ഇങ്ങനെ ഒരു റെസ്പോൺസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് ടൂറ് എന്ന ഞങ്ങളുടെ ആ ചിന്ത, അതും ബഡ്ജറ്റ് ടൂർ എപ്പോഴും അത് ബഡ്ജറ്റ് അല്ലേ, ആ ഒരു പോകുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് പോയിന്റ് ഉണ്ടാകും. എന്തായാലും ഇത്ര പൈസക്കല്ലേ പോകുന്നത്, ആ ഒരു ചിന്തയിലാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ റെസ്പോൺസ്, ആ ആറ്റിറ്റ്യൂഡ്, അവരുടെ അവർ വന്ന് നമ്മളോട് സംസാരിച്ചത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം അത് തുടങ്ങി ഒരു വർഷം നമ്മൾ പിന്നിട്ടു. ആക്ച്വലി ആനിവേഴ്സറി വാസ് ഓൺ 24th ആൻഡ് ഇന്ന് നവംബർ കേരള പിറവി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് ആ ആനിവേഴ്സറി സെലിബ്രേഷൻ മാറ്റിയിരുന്നായിരുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇവിടെ ഞങ്ങൾ 2026-ലേക്ക് 2025 ഞങ്ങൾ ചെയ്ത ടൂറിൻ്റെ, അനൗൺസ് ചെയ്ത ടൂറിൻ്റെ റെസ്പോൺസ് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആ എന്താ പറയുക, ആ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സപ്പോർട്ട്, ആ സപ്പോർട്ടിൽ നിന്ന്, ആ സപ്പോർട്ട് മാത്രം മതിയായിരുന്നു, അവരുടെ വാക്കുകൾ മാത്രം മതിയായിരുന്നു. ആ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഊർജം, സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു ശക്തിയും ഊർജവും ഈ ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ ഞങ്ങൾ 2026-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പായി. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ വർഷം ചെയ്തതിൻ്റെ 3 ഇരട്ടി ടൂറുകളിലേക്കാണ് നമ്മൾ ലോകയാത്ര.com-ൽ പോകുന്നത്. സോ എൻ്റെ കൂടെ മൈ ഡയറക്ടർ ആൻഡ് ലോകയാത്ര.com-ൻ്റെ സാരഥി സുമയ ആൻഡ് ദെൻ ജിസ്. അതിൽ ഈ അമേരിക്ക എന്ന് പറഞ്ഞ ടൂറ് ആദ്യം ഒന്ന് അനൗൺസ് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ അത് ഫില്ലായി. 40 സീറ്റാണോ ചെയ്യുന്നത്, 55-ഓളം സീറ്റായി. അതുകൊണ്ട് തന്നെ വേറെ അഡീഷണൽ സീറ്റ് എടുത്തു. അപ്പോൾ ആദ്യത്തെ ടൂറും രണ്ടാമത്തെ ടൂറും എസ്കോർട്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒത്തിരി ആളുകളായിട്ടുള്ള ആ കോണ്ടാക്ട്സും കാര്യങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ നടത്താൻ പോകുന്ന ഈ പ്രസ് മീറ്റ് ദ പ്രസ്, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പിന്നെ കസ്റ്റമർക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പങ്കുവയ്ക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. So thank you, and what next?